ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുക്കലേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മനോഹരമായ വചനഭാഗമായി. ഈ വചനഭാഗത്തില് 2 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലേ. ഈശോ തൻ്റെ പക്കലേക്ക് വിളിച്ചതാരെയാ? തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ തൻ്റെ പക്കലേക്ക് വിളിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നേടിയവരാണ് നമ്മളൊക്കെ അല്ലെ. എന്താണ്? മാമോദീസായിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് അവന്റെ ദൗത്യം ഈ ലോകത്തിന്റെ അതിർത്തികളോളം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അവരൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈശോ നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മളെ അത്രയേറെ നമ്മുടെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന് അടിമപ്പെട്ടവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ 2-ാമത്തെ ഒരു ഭാഗം സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്താണത്? അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഈ 2-ാമത്തെ ഭാഗം നമ്മൾ ചെയ്യുന്നില്ല. ഈശോ ഇഷ്ടത്തോടുകൂടി നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ സമീപത്തേക്ക് വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഈശോയുടെ സമീപത്തേക്ക് വരുന്നതിനേക്കാൾ ഉപരി ഈ ലോകത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് മാറി. കാരണം തമ്പുരാന്റെ പക്കലേക്ക്, അവന്റെ സമീപത്തേക്ക് ഞാൻ പോകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ത്യജിക്കാനായിട്ട് പറ്റണം. ഞാനെന്ന ഭാവം വെടിയാനായിട്ട് പറ്റണം. സ്വാർത്ഥത വെടിഞ്ഞ് സ്വയം എളിമപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അവന്റെ വിളി ശ്രവിച്ച് ഉത്തരം നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ 2-ാമത്തെ ഭാഗം നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോവുക. ദൈവം ഇഷ്ടത്തോടെ വിളിക്കുമ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നകന്ന് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത്, എൻ്റെ ഈശോ എന്നെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വിളിക്കുമ്പോൾ ഞാൻ എന്ത് പ്രത്യുത്തരമാണ് തിരിച്ചു നൽകുന്നത്? തമ്പുരാനെ സ്നേഹിച്ചുകൊണ്ട് ആ വിളിക്ക് പ്രത്യുത്തരം നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി കേൾക്കുവാനായിട്ട്, ആ വിളിക്ക് സന്തോഷത്തോടുകൂടി പ്രത്യുത്തരം നൽകി ഏറ്റവും വിശ്വസ്തയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.